ഇനി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ തലങ്ങും വലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു സൈനികനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെ ആസനം മൊത്തം വലിച്ചു കീറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാൻ നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബലൂച്ച് മേഖലയിൽ ഒരുപാട് റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട്. അമേരിക്ക അവിടെ വന്ന് ഖനനം നടത്തണം എന്ന് പറഞ്ഞ് അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് കുഞ്ഞിഞ്ഞ് നിൽക്കുകയാണ് അസീം മുനീർ. അമേരിക്ക അവിടെ വരുമ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എങ്ങനെയെങ്കിലും ഒതുങ്ങിപ്പൊക്കോളുമെന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന വലിയ രീതിയിലുള്ള ആക്രമണം, ഈ വമ്പൻ ഓപ്പറേഷൻ പാകിസ്ഥാൻ തെഹ്രീകെ താലിബാനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുക്കുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയുമായിട്ട് എന്താണ് ബന്ധമെന്ന്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗാന്ധാരമാണ് എന്നാണ് സുമേഷ് കാവിപ്പടയൊക്കെ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട് സാംസ്കാരികമായിട്ടുള്ള പല ബന്ധങ്ങളുമുണ്ട് എന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറിയപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഞാൻ ഇനിയും എതിർത്തുകൊണ്ടേയിരിക്കും. കാരണം താലിബാൻ എന്ന് പറയുന്നത് ഭീകരവാദികളാണ്. താലിബാൻ എന്ന് പറയുന്നത് വിസ്മയമല്ല.